നീ ജനിക്കുന്നതിന് മുമ്പ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ ചില കരുതലുകൾ ഈ പകൽ നിന്റെ കണ്ണിൻ്റെ മുൻപിൽ വെളിപ്പെടും. ആദ്യത്തെ മനുഷ്യനായ ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അവന് വേണ്ടുന്നതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു തോട്ടത്തെ ദൈവം സൃഷ്ടിച്ചിട്ടാണ്, ദൈവം നട്ടുണ്ടാക്കിയിട്ടാണ് സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിലത്തെ പൊടി കൊണ്ട് ആദ്യത്തെ മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ചതെങ്കിൽ എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ അറിയിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകൽക്കാലം നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി നല്ല ദാനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ പല മേഖലകൾക്കകത്ത് ശൂന്യമായിരിക്കുന്നവർ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ട്. ജീവിതം മടുത്തവരും ഇനി എന്ത് നാളെ എന്ന് ചിന്തിക്കുന്നവരും ഈ പകൽക്കാലം എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത ഈ പകൽക്കാലം നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം ഇതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദേനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. അതേ പ്രിയരെ, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമുക്ക് ആഴമായി കാണാൻ കഴിയുന്നത് സകലത്തിൻ്റെയും ഉൽപ്പത്തിയെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. മനുഷ്യൻ്റെ ഉൽപ്പത്തി, ഭൂമിയുടെ ഉൽപ്പത്തി, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, പിന്നേറെ പറയുന്നു പാപത്തിൻ്റെ ഉൽപ്പത്തി, മരണത്തിൻ്റെ ഉൽപ്പത്തി, ദൈവിക ന്യായവിധിയുടെ ഉൽപ്പത്തി, ഇതെല്ലാം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് കാണാൻ കഴിയും. അതിനകത്ത് ഈ 2-ാം അധ്യായം 8-ാമത്തെ വാക്യം വേറിട്ട് നിൽക്കുന്നൊരു വാക്യമുണ്ട്. ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ട് 5 ദിനങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ സകലതും വെളിച്ചം, വെള്ളം, പക്ഷിലതാദികൾ, മൃഗങ്ങൾ, സകലതും, പർവ്വജാതികൾ, വൃക്ഷലതാദികൾ, ഈ സകലത്തെയും ദൈവം സൃഷ്ടിച്ചിട്ട് 6-ാമത്തെ ദിവസം സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് വചനം ഇങ്ങനെ പറയുന്നു: അവൻ ഭൂമിയിൽ കിഴക്കൊരു തോട്ടം ഉണ്ടാക്കി. ഇംഗ്ലീഷിൽ പറയുന്നത് ഹി പ്ലാന്റഡ്. ദൈവം കിഴക്ക് ഒരു തോട്ടത്തെ നട്ടുണ്ടാക്കി. കിഴക്ക് ഏദേനിൽ ദൈവം ഒരു തോട്ടത്തെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കി. ഹി ക്രിയേറ്റഡ്, ഹി പ്ലാന്റഡ്. എന്തൊക്കെ പദങ്ങളാണ് വിവിധ ട്രാൻസ്ലേഷനുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അർത്ഥം ഇത്രയേ ഉള്ളൂ: ആദ്യത്തെ മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കുന്നതിന് മുമ്പ് അവന് വേണ്ടി ഒരു തോട്ടമുണ്ടാക്കി. അവന് പാർക്കാൻ, അവന് സ്വൈര്യവിഹാരം നടത്താൻ, വൈകുന്നേരമാകുമ്പോൾ, സന്ധ്യയാകുമ്പോൾ ദൈവത്തിന് അവൻ്റെ കൂടെ ഇറങ്ങി വന്ന്
അവൻ്റെ കൂടെ ആയിരിക്കാൻ, ഒരു ഫെലോഷിപ്പിന് വേണ്ടി, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരിടത്തെ ദൈവമുണ്ടാക്കി. അർത്ഥം, ആദ്യത്തെ മനുഷ്യനായ ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അവന് വേണ്ടുന്നതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു തോട്ടത്തെ ദൈവം സൃഷ്ടിച്ചിട്ടാണ്, ദൈവം നട്ടുണ്ടാക്കിയിട്ടാണ്, സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിലത്തെ പൊടി കൊണ്ട് ആദ്യത്തെ മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ചതെങ്കിൽ, ഈ പകൽക്കാലം ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പ്, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉടയവൻ്റെ കരം നിന്നെ മിനയുന്നതിന് മുമ്പ്, നീ ഭൂമിയിൽ ജനിച്ചു വീഴുന്നതിന് മുമ്പ്, നിനക്കു വേണ്ടിയുള്ളതെല്ലാം എൻ്റെ ദൈവം കരുതിയിട്ടാണ് നിന്നെ സൃഷ്ടിച്ചത്. നീ റാൻഡംലി ലോകത്തേക്ക് വന്നതല്ല. നിനക്ക് വേണ്ടി എന്തോ പെട്ടെന്ന് ചെയ്തു തരുന്നൊരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. ഇന്ന് നീ അനുഭവിക്കുന്ന വേദനകളുടെ മറുപടിയും കുഞ്ഞെ നീ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള കരുതലുകൾ നീ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് നീ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അമ്മ കരുതി കാണില്ല, അപ്പൻ കരുതി കാണില്ല, ഉലകത്തിലെ ആരും നിനക്ക് വേണ്ടി കരുതി കാണില്ല. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവൻ നിനക്ക് വേണ്ടിയുള്ളതെല്ലാം കരുതിയിട്ടാണ് സൃഷ്ടിച്ചത്. ആമേൻ. നിനക്ക് വേണ്ടിയുള്ളതെല്ലാം നൽകിയിട്ടാണ് എൻ്റെ ദൈവം നിന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഈ പകൽക്കാലം ആകുലത വേണ്ട, ഈ പകൽക്കാലം ആശങ്കകൾ വേണ്ട. എൻ്റെ ജീവിതം എങ്ങനെയാകും, നാളത്തെ പകൽ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, എന്നെ ആര് ലിഫ്റ്റ് ചെയ്യും, എനിക്ക് വേണ്ടി ആരുണ്ടാകും, എനിക്ക് വേണ്ടി ആര് കരുതും, എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, എൻ്റെ കയ്യിൽ പേഴ്സിൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, എൻ്റെ മക്കളുടെ ഭാവി ഇങ്ങനെയാണല്ലോ, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയാണല്ലോ. യു ഡോണ്ട് വറി, നീ ഒട്ടും ഭാരപ്പെടേണ്ട. കാരണം നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എൻ്റെ ദൈവം നിനക്ക് വേണ്ടിയുള്ള കരുതലുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നീ കണ്ടില്ലെന്നേ ഉള്ളൂ, നീ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഒരു ഉറപ്പ് ഞാൻ പറയാം, നീ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരുതിയ കരുതലുകൾ, പൗലൂസിന്റെ ഭാഷയിൽ പറഞ്ഞ ലോകസ്ഥാപനം മുൻപ് അവൻ മുന്നറിഞ്ഞതും മുൻ നിയമിച്ചതുമായ ചില ദൈവത്തിൻ്റെ കരുതലുകൾ ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ വെളിപ്പെടും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടും. ഒട്ടും ആകുലതകൾ വേണ്ട കേട്ടോ, ഒട്ടും ഭാരപ്പെടണ്ട. ഈ പകൽ വിശ്വസിക്ക്, ഇതുവരെ കാണാത്ത ചില ദൈവമഹത്വം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവസാന്നിധ്യം നിന്റെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് വെളിപ്പെടും. നീ കാണാൻ കൊതിച്ച ചില ദൈവപ്രവൃത്തികൾ നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം വെളിപ്പെടും. സ്വപ്നം കാണുന്നത് പോലെ ചില ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും. തകർന്നു പോകരുതേ, ആശങ്കപ്പെട്ടു പോകരുതേ. വിശ്വസിക്ക്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി കരുതിയൊരു ദൈവമുണ്ട്. അതേ പ്രിയരെ, ആദ്യത്തെ മാതാപിതാക്കളായ ആദാമും ഹവ്വയും ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അവർക്ക് പാർക്കാൻ, അവർക്ക് ഭക്ഷിപ്പാൻ, അവർക്ക് ദൈവത്തോട് കൂട്ടായ്മ ബന്ധത്തിലാകാൻ എൻ്റെ ദൈവം ഈ ഭൂമിക്ക് കിഴക്ക് ഏദേനിൽ ഒരു തോട്ടമുണ്ടാക്കിയെങ്കിൽ, ഈ പകൽക്കാലം വിശ്വസിക്ക്, നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ ഒരു കരുതലിൻ്റെ പാക്കേജ് ഉണ്ട്. ഈ പകൽക്കാലം ആർക്കാത് വെളിപ്പെടുന്നേ, ആർക്കാ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരുതൽ? ലൂക്കോസ് പറയുന്നു, ആദാം എൻ്റെ മകൻ. അർത്ഥം, ആദാമായിരുന്നു ദൈവത്തിൻ്റെ ഒന്നാമത്തെ മകൻ. നീ മകനാണോ? നീ മകളാണോ? ദൈവത്തിൻ്റെ പ്രിയ മക്കളാണോ? പാപത്തെ വെറുത്തിട്ട്, മ്ലേച്ഛതയെ വിട്ടിട്ട്, ഉപേക്ഷിക്കേണ്ട ചിലത് ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടി വന്ന എൻ്റെ ദൈവം പറയുന്നു, അവൻ നിന്നെ ചേർത്ത് നിർത്തും, അവൻ നിന്നെ ചേർത്ത് നിർത്തും. അവൻ കരുതിയ ചില കരുതലുകൾ
നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. മക്കൾക്ക് വേണ്ടി മാത്രം കരുതിയ ചില കരുതലുകൾ, മകന് വേണ്ടി മാത്രം ചില കരുതിയ കരുതലുകൾ, ലേഖനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയ മക്കൾക്ക് വേണ്ടി മാത്രം കരുതിയ ചില കരുതലുകൾ. പൗലോസ് അങ്ങനെയാണ് പറയുന്നത്. നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. വിശ്വസിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇതുവരെ കാണാത്ത ചില കരുതലുകൾ നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഇപ്പോൾ വെളിപ്പെട്ടതല്ല, നീ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ മിനയുന്നതിന് മുമ്പ് എൻ്റെ ദൈവം കരുതിയ കരുതലുകൾ നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. കൺകളെ മൂടാമോ? എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ? Father Lord, we thank you for this wonderful day, Lord. സ്വർഗമേ, ഈ നല്ല പകലിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം തുറന്ന് ഈ നിമിഷം ആരെങ്കിലും അവിടെ ആകുലതകൾക്കകത്ത്, അവിടെ ശൂന്യതകൾക്കകത്തിരുന്ന് എൻ്റെ കൂടെ ചേർന്ന് ഈ പകൽക്കാലം പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിക്കണം. ഇതുവരെയും വെളിപ്പെടാത്ത ദൈവിക നീതി വെളിപ്പെടണം. ഇതുവരെ കാണാത്ത ദൈവിക കരുതൽ അവിടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം. ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും ഈ സത്കാര്യങ്ങളും എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. ഈ പകൽക്കാലം അങ്ങനെയുള്ള കരുതലുകൾ അവിടെ കണ്ണിൻ്റെ മുൻപിൽ വെളിപ്പെടട്ടെ. കിഴക്കേതേനിലൊരു തോട്ടം ആദാമിന് വേണ്ടി സൃഷ്ടിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കരുതിയ, അങ്ങ് നട്ടുണ്ടാക്കിയ ചില കരുതലുകൾ ഈ പകൽക്കാലം വെളിപ്പെടട്ടെ. ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം ഫേവറും കൂടെ ഇരിക്കും. ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ഈ പകൽ കരുതലിൻ്റെ പകലായി മാറട്ടെ. അവരുടെ ജീവിതത്തിൽ അത് അനുഭവിക്കട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയരെ, ജനിച്ചിട്ടിതുവരെയും നീ കണ്ടിട്ടില്ലാത്ത ചില കരുതലുകൾ എൻ്റെ ദൈവം ഈ പകൽക്കാലം നിനക്ക് വേണ്ടി നിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നിരത്തി വയ്ക്കും. വിശ്വസിക്ക്. അതിനുവേണ്ടി ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? പരിശുദ്ധാത്മാവിനോട് പറയാമോ, ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് നയിച്ചാലും. ഗോഡ് ബ്ലസ് യു. ആമേൻ.